ഇനി എത്ര മുടിയാണെങ്കിലും ഡൈ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇനി മുടി നര മാറ്റാനായിട്ട് കെമിക്കലൊന്നും വേണ്ട, വീട്ടിലുള്ള ഈ ഒരു സൂത്രം മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. നമ്മൾ ഇറച്ചിയൊക്കെ വറ്റിച്ച് വെക്കുമല്ലോ, അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കാൻ ആദ്യം ഒരു മൺചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ചുമന്നുള്ളി, ഒരു പിടി ചുമന്നുള്ളി എടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ടതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം കൂടെ വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫാണ് ഇവിടെ ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കൊട്ടിയിട്ട് മൺചട്ടിയിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് വറ്റിച്ച് കുറുക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ബീഫിൻ്റെ കറിക്ക്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇനി അരിപ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടില്ല, തയ്യാറാക്കാൻ പറ്റത്തില്ല, കൊള്ളത്തില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അരിപ്പൊടി 5 മിനിറ്റ് ഒന്ന് കൂത്തി വെക്കുക. അതിലേക്ക് ചോറും അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിലേക്ക് നമ്മൾ ഈസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു നുള്ളി പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു വൈകുന്നേരമാണ് നിങ്ങൾ വെക്കുന്നത്, ഓവർനൈറ്റ് ഫുള്ള് വെക്കുക. രാവിലെ അരച്ചിട്ട് ഇതേ രീതിയിൽ നിങ്ങൾ അപ്പം ഉണ്ടാക്കി കൊടുക്കുക. അടിപൊളി നല്ല ടേസ്റ്റ് സോഫ്റ്റും ആയിട്ടുള്ള വെള്ളയപ്പം ഇവിടെ പച്ചരി ഒന്നും കുതിർക്കാതെ തന്നെ നമുക്കിവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോയി. ഇക്കാലത്തുണ്ടാകുന്ന അകാല നര, ഈ നരയെ മറയ്ക്കാൻ നമ്മൾ ഒരുപാട് പാടുപെടുന്നുണ്ട് അല്ലെ. കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നരയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണിത്. ഇതാണ് നമ്മുടെ മുരിങ്ങയില. ഈ മുരിങ്ങയില നിങ്ങൾ ഉണക്കി പൊടിച്ച് വെക്കുന്ന വളരെ നല്ലതാണ്, നമ്മുടെ മുഖ സൗന്ദര്യത്തിന് നല്ലതാണ്. അതുപോലെ മുടി നല്ല രീതിയിൽ തന്നെ കറുപ്പാക്കാനും സഹായിക്കുന്നതാണ്. ഇതിൻ്റെ എണ്ണ നിങ്ങൾ തലയിലേക്ക് കുളിക്കുന്ന മുമ്പ് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളൊന്ന് കുളിക്കുവാണെങ്കിൽ അടിപൊളി റിസൾട്ടാണ്. നമ്മൾ തുടർച്ചയായിട്ട് ചെയ്ത് വരുവാണെങ്കിൽ നല്ല റിസൾട്ട് നമ്മുടെ മുടിക്ക് കിട്ടും. കുട്ടികളുടെ മുടിയൊക്കെ കണ്ടില്ലേ നരച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് കറുപ്പിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇപ്പം ഞാൻ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാനിത് വറുത്ത് പൊടിച്ചാണ് കേട്ടോ. വറുത്തിട്ട് നമ്മുടെ മുരിങ്ങയില ചീനിച്ചട്ടിയിലിട്ട് വറുത്ത് കരിച്ച് പൊടിച്ചെടുത്തതാണിത്. അതിൽ 1 ടീസ്പൂൺ ഇതിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ പൊടിച്ച് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ച് നല്ല ഉണക്കിയിട്ട് പൊടിച്ചിട്ട് അത് ഇതുപോലെ ഇങ്ങനെ കരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ അത് എണ്ണയായിട്ട് ഉപയോഗിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് ഈ ഒരു നമ്മുടെ മുരിങ്ങയിലയുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ മിക്സ് ചെയ്യുക. ഇതിൽ കുറച്ചേറെ എണ്ണയെന്ന് വെച്ചതിന് ഒഴിച്ചിട്ട് നിങ്ങൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ആ എണ്ണ രാവിലെ നമ്മൾ കുളിക്കുന്ന മുമ്പ് തലയിലേക്ക് തേക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. തേച്ചിട്ട് കുളിക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്താലും മതി. ഇപ്പോൾ എൻ്റെ കുട്ടിയുടെയൊക്കെ തലയിലൊക്കെ ഞാൻ നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ തലയിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. മുരിങ്ങയില എവിടെ കണ്ടാലും ആരും കളയരുത്. എത്ര വയസ്സായാലും 80 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോ അടുത്ത വീഡിയോ ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.